എപ്പോഴെങ്കിലും ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, കൈയൊക്കെ വിറയ്ക്കുക, അങ്ങനെയൊരു പേടി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതേണ്ട. സത്യം പറഞ്ഞ ലോകത്ത് ഏറ്റവും സാധാരണയായി കാണുന്നൊരു പേടിയാണിത്. മയോ ക്ലിനിക്കൊക്കെ ഇത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്. ശരിയായ വഴികളിലൂടെ നമുക്കിത് ഈസിയായി മറികടക്കാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് പിടിച്ചു നിർത്താൻ, ശാന്തമാക്കാൻ സഹായിക്കുന്ന 2 കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഇത് ശരിക്കും ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിനെ പിടിച്ചു നിർത്തുന്ന 2 നങ്കൂരങ്ങൾ പോലെയാണ്. നമ്മുടെ ആദ്യത്തെ നങ്കൂരം എന്താണെന്നോ? അത് നമ്മുടെ ശ്വാസമാണ്. ടെൻഷൻ അടിക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ തോന്നാറില്ലേ? അത് സാധാരണയാണ്. പക്ഷേ നമ്മൾ മനഃപൂർവ്വം ശ്വാസമൊന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പ് കുറയും, തലച്ചോറിലേക്ക് നല്ലപോലെ ഓക്സിജൻ എത്തും, ശരീരം തനിയെ ശാന്തമാകും. ഇതിനൊരു സിമ്പിൾ ടെക്നിക്കുണ്ട്. കാമിംഗ് സൈ അഥവാ ശാന്തമായ നെടുവീർപ്പ് എന്ന് പറയാം. ഒന്നുമില്ല, ആദ്യം നല്ല ആഴത്തിലൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തുവിടുമ്പോൾ ചെറിയൊരു ശബ്ദത്തോടെ ഒരു എന്ന പോലെ ഒന്ന് നെടുവീർപ്പിടുക. ചെയ്തു നോക്കൂ, നിങ്ങളുടെ ഞരമ്പുകളൊക്കെ ഒന്ന് അയയുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ്ഡായി. ഇനി രണ്ടാമത്തെ നങ്കൂരം, അത് നമ്മുടെ മനസ്സിനുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ പ്രസംഗം ഗംഭീരമാക്കുന്നത് മനസ്സിൽ കാണുകയാണ്. ഇതിനാണ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വിജയം മുൻകൂട്ടി സങ്കൽപ്പിക്കുക. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, അതായത് പബ്ലിക് സ്പീക്കിംഗിൽ ലോകം മുഴുവൻ ആളുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഘടന, പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. നിങ്ങൾ ഉറച്ച ശബ്ദത്തിൽ നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതായി മനസ്സിൽ കാണുക. ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് സങ്കൽപ്പിക്കുക. ഇത് ശരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. ഇതൊരു തരം മെന്റൽ റിഹേഴ്സലാണല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ ഒരുക്കി. ഇനി ആത്മവിശ്വാസം ശരിക്കും ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ല തയ്യാറെടുപ്പ് വേണം. പറയുന്ന പോലെ തന്നെ നല്ല തയ്യാറെടുപ്പ് പകുതി വിജയമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഏത് പ്രസംഗം തയ്യാറാക്കുമ്പോഴും ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്. അതായത് നിങ്ങൾ ഈ പ്രസംഗം കൊണ്ട് നിങ്ങളുടെ പ്രേക്ഷകരെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന ഒരൊറ്റ വാചകം, ഇതിനെ പർപ്പസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നിങ്ങളുടെ പ്രസംഗത്തിന്റെ വഴികാട്ടി നക്ഷത്രം ഇതാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒറ്റ വാചകം ഇത്ര പ്രധാനം? 1, ഇത് നിങ്ങളുടെ പ്രസംഗത്തിന് ഒരു ക്ലിയർ ഫോക്കസ് തരും. 2, പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ബാക്കി പ്രസംഗം താനേ വന്നോളും. പിന്നെ പ്രസംഗം കഴിഞ്ഞിട്ട് അത് എത്രത്തോളം വിജയിച്ചു എന്ന് അളക്കാനും ഇത് സഹായിക്കും. ലക്ഷ്യമൊക്കെ സെറ്റായി. ഇനി നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ആമുഖം എഴുതാൻ തുടങ്ങും, അല്ലേ? എന്നാൽ അതൊരു തെറ്റാണ്. പ്രശസ്തമായ ആംഹേഴ്സ്റ്റ് കോളേജ് പറയുന്നത് ആദ്യം പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം, അതായത് ബോഡി എഴുതണമെന്നാണ്. കാരണം അതാണല്ലോ നമ്മുടെ പ്രസംഗത്തിന്റെ ഹൃദയം. അപ്പോൾ ഈ പ്രധാന ഭാഗത്തിലെ ഓരോ പോയിന്റും എങ്ങനെ അവതരിപ്പിക്കാം? അതിനൊരു കിടിലൻ ഫോർമുലയുണ്ട്. 4S സ്ട്രക്ചർ. ഒന്നാമത്തെ S സൈൻ പോസ്റ്റ്, അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് എന്നൊരു സൂചന കൊടുക്കുക. രണ്ടാമത്തെ S സ്റ്റേറ്റ്, നിങ്ങളുടെ പോയിന്റ് എന്താണെന്ന് വ്യക്തമായി പറയുക. മൂന്നാമത്തെ S സപ്പോർട്ട്, കണക്കുകളോ ഉദാഹരണങ്ങളോ വെച്ച് ആ പോയിന്റിനൊന്ന് ബലപ്പെടുത്തുക. നാലാമത്തെ S സമ്മറൈസ്, അവസാനം ആ പോയിന്റൊന്ന് ചുരുക്കി പറയുക. ഇത് കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ശരി, ഇപ്പം നമ്മുടെ കയ്യിലൊരു സ്ക്രിപ്റ്റായി. ഇനി എന്താ വേണ്ടത്? പേടിയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യായുധം, അത് വേറെ ഒന്നുമല്ല, പ്രാക്ടീസ്, പ്രാക്ടീസ്, പിന്നെയും പ്രാക്ടീസ്. ലോകത്തുള്ള ഏത് പബ്ലിക് സ്പീക്കിംഗ് എക്സ്പെർട്ടിനോട് ചോദിച്ചാലും ഇതേ പറയൂ. അപ്പോൾ എങ്ങനെയാണ് നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടത്? കുറച്ച് ടിപ്സ് പറയാം. 1, വെറുതെ മനസ്സിൽ വായിച്ചാൽ പോരാ, ഉറക്കെ പറയണം. പ്രസംഗത്തിന് മൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പരിശീലിക്കുക. 2, ഒരു ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സമയം കറക്റ്റായി മാനേജ് ചെയ്യാൻ പറ്റും. 3, നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കുക. അവരുടെ ഫീഡ്ബാക്ക് വളരെ വിലപ്പെട്ടതാണ്. പിന്നെ പറ്റുമെങ്കിൽ പ്രസംഗിക്കാൻ പോകുന്ന വേദി നേരത്തെ ഒന്ന് പോയി കാണുന്നത് അവിടുത്തെ അപരിചിതത്വം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ തയ്യാറെടുപ്പൊക്കെ ഗംഭീരമായി. ഇനി ആ വലിയ നിമിഷം, സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെ കോൺഫിഡൻ്റായി നിൽക്കാം നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള പേടിയും യഥാർത്ഥ സാഹചര്യവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ മനസ്സിലെന്തായിരിക്കും? അയ്യോ, ഇവർക്കൊക്കെ എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എനിക്ക് പേടിയാണെന്ന്, ഇവർക്കെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതാണ് നമ്മുടെ പേടി. പക്ഷെ സത്യം എന്താണെന്നറിയോ? അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലെ പേടിയിൽ നിന്ന് മാറ്റുക. പകരം നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ, നിങ്ങളുടെ മെസ്സേജിൽ ശ്രദ്ധിക്കുക. ഓർക്കുക, ആളുകൾ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ കൈ വിറയ്ക്കുന്നുണ്ടോയെന്ന് നോക്കാനല്ല. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാക്കുകൾ കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരു നിമിഷം നിശബ്ദത വന്നാലോ?
പേടിക്കാനേ പാടില്ല. ആ നിശബ്ദത നിങ്ങൾക്ക് ഒരുപാട് നേരമായിട്ട് തോന്നുമെങ്കിലും കേൾക്കുന്നവർക്ക് അത് വളരെ കുറഞ്ഞ സമയമേ ആയിരിക്കുള്ളൂ. ആ ചെറിയ ഗ്യാപ്പ് ഒന്ന് വെള്ളം കുടിക്കാനോ അടുത്ത പോയിന്റ് ഓർക്കാനോ ഉപയോഗിക്കാം. അത് വളരെ നോർമലാണ്. ശരി, അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ തീരുന്നില്ല. ഒരു നല്ല പ്രസംഗകനായി മാറുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതൊരു യാത്രയാണ്. ആ യാത്രയിൽ എങ്ങനെ മുന്നോട്ടു പോകാം? ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ലക്ഷ്യം ആദ്യത്തെ പ്രസംഗം തന്നെ പെർഫെക്റ്റ് ആക്കുക എന്നതല്ല, മറിച്ച് ഓരോ തവണയും കുറച്ചുകൂടി മെച്ചപ്പെടുക എന്നതാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറയുന്നതുപോലെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ കോൺഫിഡൻസും കൂടും. അപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് അഭിനന്ദിക്കുക. കാരണം നിങ്ങൾ ആ പേടിയെ മറികടന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിക്കരുത്. അടുത്ത തവണ മെച്ചപ്പെടുത്താനുള്ള അവസരമായി അതിനെ കാണുക. ഈ സ്കിൽ ഇനിയും വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ ചേരുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ പേടിയെ മറികടക്കാനുള്ള ടൂൾസൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി പറയൂ, ഏത് കഥയാണ് നിങ്ങൾക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്?